നമസ്കാരം. സംസ്ഥാന സർക്കാർ ജലവൈദ്യുത പദ്ധതികൾക്ക് പിറകെ പായാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിരവധി പദ്ധതികൾ ഇവിടെ പ്രാവർത്തികമായി, ചിലത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു താപവൈദ്യുത നിലയം നമുക്കുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം കായംകുളം താപവൈദ്യുത നിലയം. ഇന്നത് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പ്രതീക്ഷകൾ അസ്തമിച്ച് കായംകുളം താപനിലയം. ഇതാണ് ഇന്നത്തെ ഫോർ ദ പീപ്പിളിൻ്റെ ചർച്ചാ വിഷയം. കേരളത്തിൽ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. 350 മെഗാവാട്ട് ശേഷിയുള്ള താപനിലയം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെയും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെയും ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെയും കൂട്ടായ സംരംഭമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നവീകരിച്ച നാഫ്തയാണ്. ആദ്യഘട്ടം 115 മെഗാവാട്ട് യൂണിറ്റാണ് പ്രവർത്തനക്ഷമമായത്. 2000 ജനുവരി 17 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കായംകുളം താപനിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാകുമ്പോൾ ജലവൈദ്യുത പദ്ധതികൾ ഇതിന് പരിഹാരം കാണാൻ ഉതകുന്നതല്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ ഉൽപ്പാദനം 2 വർഷമായി നിർത്തിവച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. തീർച്ചയായും കേരള ഗവൺമെന്റ് നിങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുക. കേരള ഗവൺമെന്റ് ഇന്ന് ഇത് കൂടെ ലൈവാക്കി എടുത്തിരിക്കുന്നത് ഒരു വലിയ കേരള ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ, കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കണ്ണു തുറപ്പിക്കാൻ ഇത് പര്യാപ്തമാകുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായി ഞാൻ കാണുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഗിഫ്റ്റായിട്ടാണ് അത് കണ്ടിരുന്നത്. കായംകുളം താപനിലയം എന്നുള്ളത് നിരന്തരമായ വൈദ്യുതി ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ കായംകുളം താപനിലയത്തെ കണ്ടത്. അത് 350 മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അത് 3 ഘട്ടങ്ങളായിട്ടാണ്. അത് 99 ഒക്ടോബറോടുകൂടി തന്നെ 3 കംപ്ലീറ്റ് അത് കമ്മീഷൻ ചെയ്തു. അത് NTPCയുടെ 17ാമത്തെ പ്രോജക്റ്റാണ് ഇന്ത്യയിലെ. അത് ആദ്യത്തെ നാഫ്ത ബേസ്ഡ് പ്രോജക്റ്റുമാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ നാഫ്ത ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ നാഫ്തയുടെ വില കൂടിക്കഴിഞ്ഞപ്പോൾ അത് താങ്ങാനാവാത്ത നിലയിലേക്ക് വന്നു. കടുത്ത വേനലിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുക്കുന്ന കേരളം കനത്ത വൈദ്യുതി പ്രതിസന്ധിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന് സ്വന്തമായ താപവൈദ്യുതി നിലയം പ്രവർത്തിപ്പിക്കുവാനുള്ള യാതൊരു നീക്കവും സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നുമില്ല. നിലവിൽ വൈദ്യുതി വാങ്ങാതിരിക്കുമ്പോൾ തന്നെ സർക്കാർ NTPCക്ക് കരാർ പ്രകാരം നൽകിയത് 500 കോടിയിലധികം രൂപയാണ്. കഴിഞ്ഞ 2 വർഷമായി സർക്കാർ നൽകിയ തുകയാണിത്. 2023 വരെയാണ് കേരളം NTPCയുമായി കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. കായംകുളം താപനിലയത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്കും അതിന് വഴിവെച്ച കാരണങ്ങളിലേക്കും ഒരു തിരിഞ്ഞു നോട്ടം അത്യന്താപേക്ഷിതമാണ്. കായംകുളം താപവൈദ്യുത നിലയം നാഫ്ത ബേസ്ഡ് ഉത്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു താപവൈദ്യുത നിലയമാണ്. അപ്പോൾ അത് വളരെ എക്സ്പെൻസീവാണ്. നിലവിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഇലക്ട്രിസിറ്റികളിലൊന്നാണ് കായംകുളം താപവൈദ്യുത. അപ്പോൾ നേരത്തെ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ താപനിലയം സ്റ്റാർട്ട് ചെയ്തത്. ഗവൺമെൻറ്റാണ് റൺ ചെയ്തതിൻ്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ് ആയിരത്തിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പാദിച്ചില്ലെങ്കിലും ഗവൺമെൻറ് കൊടുക്കണം പൈസ. പക്ഷേ വാങ്ങാൻ തുടങ്ങിയാൽ അവർക്ക് നിലവിലെ താരിഫ് അനുസരിച്ച് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഗവൺമെൻറ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വയബിളല്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം അറിയിച്ച ഒരു കാര്യം പ്രതിസന്ധിയിലായിരിക്കുന്നത് ആ ഒറ്റ കാര്യം കൊണ്ടാണ്. 1999 കായംകുളം താപവൈദ്യുത നിലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിലെ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഉതകുന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം ഈ പദ്ധതി തുടങ്ങുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് പകരം കേരളത്തിന് ആവശ്യമായ വൈദ്യുതി സംസ്ഥാനത്തിനകത്തു തന്നെ ഉൽപ്പാദിപ്പിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ജലവൈദ്യുതിക്ക് പുറമെ താപനിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയും കൂടിയാകുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് പരിമിതപ്പെടുത്താമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും പ്രതീക്ഷ. ഇതിനനുസരിച്ച് കേരള സർക്കാർ താപനിലയവുമായി കരാർ ഒപ്പുവെച്ചു. തുടക്ക സമയത്ത് തമിഴ്നാടിനും പ്രയോജനപ്പെടുന്ന രീതിയിലായിരുന്നു നിലയത്തിന്റെ പ്രവർത്തനം. തമിഴ്നാട് സർക്കാരുമായും NTPC കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇത് അധികം കാലം നീണ്ടില്ല. പിന്നീട് കേരളത്തിന് മാത്രം ഉപയോഗപ്പെടുന്നതായിരിക്കും താപനിലയത്തിലെ വൈദ്യുതി എന്ന തീരുമാനത്തിൽ KSEB എത്തിയതോടെ തമിഴ്നാടുമായുള്ള കരാർ NTPC ഉപേക്ഷിച്ചു. അങ്ങനെ NTPCയുടെ കായംകുളം നിലയവുമായി പവർ പർച്ചേസ് എഗ്രിമെന്റ് വെച്ച ഏക സംസ്ഥാനമായി കേരളം. എന്നാൽ കേരളം വൈദ്യുതി വാങ്ങാൻ വിസമ്മതിച്ചതോടെ 100 കണക്കിന് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ മാത്രമുള്ള സ്ഥാപനമായി കായംകുളം താപനിലയം മാറിക്കഴിഞ്ഞു. വളരെ ഊർജ്ജക്ഷാമം നിലനിന്നിരുന്ന
ഒരു കാലഘട്ടത്തിൽ വളരെ ഏറെ മുൻപേ ശിലാസ്ഥാപനം നടത്തിയ ഒരു പദ്ധതി നടക്കാതെ വരികയും നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് ഈ പദ്ധതി കായംകുളത്ത് പൂർത്തീകരിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈദ്യവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പദ്ധതി പൂർണ്ണമായും 90 പറഞ്ഞ സമയത്തിനുള്ളിൽ ഏതാണ്ട് 10-30 ദിവസം മുമ്പ് പൂർത്തീകരിക്കുന്നത്. പക്ഷേ ഈ പദ്ധതി വന്നപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പദ്ധതിയെ നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതി കേരളത്തിൻ്റെ ഊർജ്ജ ആവശ്യത്തിന് ഉപയോഗമാകുന്ന നിലയിലേക്ക് പുനർക്രമീകരിക്കാൻ കേന്ദ്ര ഭരണാധികാരികളും NDPCയും വിവിധ മുമ്പുണ്ടായിരുന്ന അടക്കമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾ വേണ്ടത്ര നിലയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. 240 കോടി രൂപ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് NDPCക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ 240 കോടി കൊടുത്തിട്ടും ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് അത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച്, കേരള സമൂഹത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ലാഭകരം എന്ന് പറയുന്ന ഭരണകൂടം, അത് ഞാൻ ഇന്ന ഭരണകൂടമെന്നൊന്നും പറയുന്നു, ആ ഭരണകൂടം പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വൈദ്യുതി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. കേരളം ഇതിനോടകം തന്നെ വിപ്ലവകരമായ വളർച്ച കൈവരിച്ചു കഴിഞ്ഞു പല മേഖലകളിലും. എന്നാലും ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി ഇന്നും നാം നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കായംകുളം താപവൈദ്യുത നിലയം പ്രാവർത്തികമായാൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഈ പദ്ധതിയെ അവഗണിക്കുന്നു? താപവൈദ്യുതി നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കൂടുതൽ വില നൽകേണ്ടി വരുമെന്ന കാരണത്താലാണ് സംസ്ഥാനം വൈദ്യുതി വാങ്ങാത്തത്. കായംകുളം പദ്ധതിയിലെ ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ വില കൂടിയ വിലയാണ്. ഇപ്പം ഇന്ത്യയിലുള്ള വിവിധ പദ്ധതികളിൽ നിന്ന് പരിശോധിക്കുമ്പം കൂടിയ വിലയാണ് കായംകുളത്തിനുള്ളത്. കായംകുളം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപയോഗിക്കുന്നത് നാഫ്തയായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ നാഫ്തയുടെ വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അനുസരിച്ച് ഇവിടുത്തെ വൈദ്യുതിയുടെ വിലയിലും വർധനമുണ്ടാകും. സ്വാഭാവികമായും ഇപ്പോൾ 2 വർഷമായി വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുന്നത് സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വിവിധ സംസ്ഥാനങ്ങൾ മറ്റു പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ബാധ്യതയായി നിലനിൽക്കുകയാണ്. എന്നാൽ തന്നെ ഒരു മാസം 20 കോടി രൂപ ഫിക്സഡ് ചാർജ് ഇനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കായംകുളം താപനിലയത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ നൽകുമ്പം നിലവിലുള്ള പവർ പർച്ചേസ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി താഴ്ചറിൽ NDPCയുടെ തന്നെ താഴ്ചർ നിലയത്തിൽ നിന്ന് കുറേ വൈദ്യുതി നമുക്ക് നൽകുന്നുമുണ്ട് സംസ്ഥാന വൈദ്യുതി ബോർഡിന്. ഹൈഡൽ പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയും അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന നാഷണൽ ഗ്രിഡിലെ പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയും വെച്ച് നോക്കുമ്പം താരതമ്യേന നോക്കുമ്പോൾ കൂടിയ വിലയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയെ നമുക്ക് സംസ്ഥാനത്തിന് ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡും ഈ NTPC ആയിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് 2013 വരെ കരാറുണ്ടായിരുന്നു, 13. അപ്പോൾ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. 2013 ആയപ്പോഴത്തേക്ക് ആ കരാർ വീണ്ടും വർദ്ധിപ്പിച്ചു. പക്ഷേ അത് അന്ന് എനിക്ക് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണ് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് അത് 12 വർഷത്തേക്ക് ഈ കരാർ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലാവില്ല, എത്ര ആലോചിച്ചിട്ട്. നാഫ്ത ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് 5.20 രൂപ മുതൽ 6.20 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 4 രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുമെന്നതിനാൽ കൂടുതൽ പണം നൽകി NTPCയുടെ വൈദ്യുതി സ്വീകരിക്കേണ്ട ആവശ്യം കേരളത്തിനില്ല. പവർ മാർക്കറ്റിലെ വില ഏതാണ്ട് 4 പവർ എക്സ്ചേഞ്ച് 4.42 വരുന്നുണ്ട്. പിന്നെ നമ്മൾ കരാറുണ്ടാക്കിയത് കേരളത്തിലെ, ആ കരാറിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ആ കരാറുകൾ ആ നിലയിൽ ഉണ്ടാക്കേണ്ടായിരുന്നു, അത് നഷ്ടമാണ്. ഏതാണ്ട് ഒരു 780 മെഗാവാട്ടിൻ്റെ കരാറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവിടെയും 3.38 മുതൽ 4.36 വരെയാണ് വില. ഇപ്പോൾ കായംകുളവുമായി യാതൊരു താരതമ്യവും മാർക്കറ്റിലും ഇല്ല, അതിൻ്റെയൊക്കെ വളരെ താഴെയാണ്, 1/3 ഇപ്പോൾ നമുക്ക് വെളിക്ക് നിന്ന് കിട്ടാവുന്നത്. ഇതാണ്. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് ആ താപനിലയങ്ങളിൽ നിന്ന് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം ഗ്യാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാസിഫൈ ചെയ്യണമെന്ന് പറയുന്നത് അതിനുള്ള വർക്കൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അതിന് ഗ്യാസ് കൊണ്ടുവരണ്ടേ? ഗ്യാസ് കൊണ്ടുവരാൻ പെട്രോൾ നെറ്റിൻ്റെ ഗ്യാസ് നമുക്ക് കൊണ്ടുവരാമെന്നുള്ളത് യാതൊരു അപകടവും ഭൂമിക്കടിയിലൂടെ കൊണ്ടുവരുന്നതുകൊണ്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ വലിയ ഭീതി പരത്തിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായി പെട്രോൾ നെറ്റിന് പണം മുടക്കുകയും
വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും അത് വെറുതെ കിടക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പലിശ കൂടി വലിയ ഇത് വരികയാണ്. അപ്പോൾ അതിൻ്റെ വില റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്താണ്, വൈദ്യുതിയുടെ പുറത്താണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നാപ്തായിക്ക് വില കൂടി നിന്ന അവസരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ട റോ മെറ്റീരിയലാണ് ഇന്ന് കായംകുളം താപനിലയത്തിലുള്ള നാപ്തായി എന്ന് പറയുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിൻ്റെ വില വളരെയേറെ ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ NTPCക്ക് ഇപ്പോൾ നിലവിലുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില നിലവാരം അനുസരിച്ചുള്ള നാപ്ത ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നു. ഈ സാഹചര്യങ്ങളാണ് ഈ വൈദ്യുത പദ്ധതി ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വൈദ്യുത പദ്ധതി എന്ന നിലയിൽ അതിൽ നിന്നുള്ള വൈദ്യുതിയുടെ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പ്രയോജനകരമായി മാറ്റാൻ കഴിയാത്തത്. പലപ്പോഴും വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ചില സമയങ്ങളിൽ ഇവിടുത്തെ പ്രൈവറ്റ് മേഖലയ്ക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധപൂർവം വരുത്തി തീർത്തുകൊണ്ട് പ്രവർത്തിപ്പിച്ച് വൈദ്യുതി അത്തരം ആളുകൾക്ക് കൊടുക്കുന്ന സിസ്റ്റം ഏത് സർക്കാർ നിലനിൽക്കുമ്പോഴും നിലനിൽക്കും. എന്നാൽ വേനൽ കടുത്താൽ മറ്റു സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വേണ്ടത്ര വൈദ്യുതി ലഭിക്കണമെന്നില്ല. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് കേരളത്തിലെ വൈദ്യുതി കമ്മി ഇല്ലാതാക്കാനുള്ള സുസ്ഥിര പരിഹാര മാർഗവുമല്ല. ഈ സ്ഥിതിക്ക് കേരളത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിന്റെ പോരായ്മകൾ പരിഹരിച്ച് ചുരുങ്ങിയ വിലയ്ക്ക് വൈദ്യുതി ലഭിക്കാനുള്ള സ്ഥിരമായ ഒരു സോഴ്സാക്കി ഇതിനെ മാറ്റുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക വഴി. ഈ കായംകുളം താപനിലയം രക്ഷപ്പെടുത്താനുള്ള ഏക മാർഗം, അവിടെ 900 ഏക്കർ സ്ഥലമുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് എടുത്തു കൊടുത്തതാണ് NTPCക്ക്. അത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്, 900 ഏക്കർ സ്ഥലമുണ്ട്. ആ 900 ഏക്കർ സ്ഥലത്ത് വേണമെങ്കിൽ നല്ല കാറ്റും കിട്ടും. ഈ വിൻഡിൽ നിന്നും അതുപോലെ സോളാറിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കായംകുളം താപനിലയം നമുക്ക് വിദ്യുത് ശക്തി ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചെടുക്കത്തക്ക രീതിയിൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെ ആവറേജ് വില ഒന്നിൽ വരണം. അതല്ലെങ്കിൽ NTPC ഈ കാര്യത്തിൽ ഇന്ത്യൻ ആവറേജ് വിലയ്ക്ക് നമുക്ക് തരണം. ഈ രണ്ട് കാര്യങ്ങളിലേ അത് എടുക്കാനൊക്കെ ഉള്ളൂ. എന്നാൽ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടലിനും മാറി മാറി വന്ന ഒരു സർക്കാരുകളും തയ്യാറായിട്ടില്ല. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിലോ NTPCയിലോ സമ്മർദ്ദം ചെലുത്താനും കേരളത്തിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ UPA സർക്കാരിൽ ഊർജ്ജ സഹമന്ത്രിയായിരുന്നിട്ടുകൂടി സ്വന്തം മണ്ഡലത്തിൽ തന്നെയുള്ള വൈദ്യുതി നിലയത്തിനായി എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ KC വേണുഗോപാലും പരാജയപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്നത് ഒരേ മുന്നണിയായിരുന്നിട്ടുകൂടി ഈ സാഹചര്യത്തെ മുതലെടുക്കുവാൻ UDF സർക്കാരിനും കഴിഞ്ഞില്ല. ഞാൻ കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ 2-3 നിർദ്ദേശങ്ങൾ വെച്ചു. ഇതിപ്പം ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഫണ്ട് കേന്ദ്ര പവർ മിനിസ്ട്രി എന്ന പവർ ഡെവലപ്മെൻറ്റ് ഫണ്ടുണ്ട്. ആ പവർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് ഈ പ്ലാന്റ് സബ്സിഡൈസ് ചെയ്ത് നടത്തുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ ഈ പ്ലാൻ. പക്ഷെ അതിൽ പോസിറ്റീവായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ പ്രതികരിക്കുന്നില്ല. പീയൂഷ് ഗോയലുമായിട്ട് 2 പ്രാവശ്യം ചർച്ച നടത്തി, പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചു. അപ്പോൾ അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലുള്ളാവുന്നത് ഈ ഒരു ഒന്നുകിൽ അത് LPG ഗ്യാസായിട്ട് കണക്ട് ചെയ്ത്, ഇവിടെ LPG അല്ല ലിക്വിഫൈഡ് ഗ്യാസിലേക്ക് കണക്ട് ചെയ്ത് പ്രകൃതിവാതകം ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാന്റാക്കി മാറ്റണം. അത് LNG ടെർമിനലിനെ എഫക്റ്റീവാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. കേന്ദ്രമന്ത്രിയല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരാളും സീരിയസ് ആയി കാര്യങ്ങൾ കാണുന്നില്ല ഇതിനെക്കുറിച്ച്. ഇപ്പം ഇന്ത്യ എത്രയോ നമുക്ക് വൈദ്യുതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? രാജ്യത്തിന് അത്യാവശ്യം വേണ്ടത് ശുദ്ധജലം, ശുദ്ധവായു, അതുപോലെ വൈദ്യുതി, ഇതൊക്കെ ഒരു ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായിട്ടുള്ളതാണ്. വേണുഗോപാൽ മന്ത്രിയായിരുന്നു എന്നുള്ള ശരിയാണ്, പുള്ളി ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ പോളിസി എവിടെയാണ്? ആ പോളിസിയെ മുറിച്ച് കിടക്കാൻ വേണുഗോപാലിന് കഴിയുമോ? കേരളത്തിന് കഴിയുമോ? അതെല്ലാം ഇറ്റ് പ്രോ മൊണോപ്പോളി, ഒരു പ്രോ കോർപ്പറേറ്റാണ്. അത് മെയിനായിട്ട് അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഫുഡ്, അതുപോലെ തന്നെ ശുദ്ധജലം, വായു, ഇതെല്ലാം വിൽക്കാനാണ് ശ്രമിക്കുക. വൈദ്യുതി അതുപോലെ അനിവാര്യമായ സാധനമാണ്, അതിന് വില കൂട്ടുക എന്നുള്ളതാണ്, ലാഭം കിട്ടും. ഇതാണ് അതിനകത്താണ് നമ്മൾ വീണ് കിടക്കുന്നത്. അതിൽ ഒന്ന് രക്ഷിക്കാനാണ് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്, ഇപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് കായംകുളത്തിൻ്റെ കാര്യത്തിൽ അവഗണനയുടെയല്ല, വേണ്ടെന്നുള്ളതല്ല ഈ കാര്യമായിട്ട്. കായംകുളം താപവൈദ്യുത പദ്ധതിക്കായി കോടികളാണ് നിക്ഷേപിച്ചത്. കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ചു, യന്ത്ര സംവിധാനങ്ങൾ വാരിക്കൂട്ടി.
ഇവയെല്ലാം പാഴായി കിടക്കുകയാണ്. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുന്നു? കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം എന്നതായിരുന്നു ആദ്യ പദ്ധതി. 1100 ഏക്കർ ഭൂമി ഏറ്റെടുത്തതും ഈ ഉദ്ദേശത്തിലാണ്. 800 ചിലവാനം ഏക്കർ കായൽ നിലവും അതുപോലെ തന്നെ നെൽകൃഷിയും നാളികേര കൃഷി ഉണ്ടായിരുന്നൊരു പ്രദേശം. ആ പ്രദേശം ഒന്നോട് കായംകുളം താപനിലയത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. ഏതാണ്ട് 1000-ന് മുകളിൽ ഏക്കർ വരുന്ന വസ്തു ഇപ്പോഴും NTPCയുടെ കയ്യിലാണ്. അപ്പോൾ കേരള സമൂഹത്തിന് വലിയ സാമ്പത്തിക നഷ്ടം അത് ഗവൺമെൻറ്റിനായാലും പൊതുജനങ്ങൾക്കായാലും സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കായംകുളം താപനിലയത്തിന് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഗവൺമെൻറ്റും പൊതുസമൂഹവും ഒക്കെ തീരുമാനിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു ജനത കൂടിയാണ് ഈ പ്രദേശത്തുള്ളത്. എന്നാൽ പിന്നീട് പ്രാദേശികവാസികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നിരന്തരം സമ്മർദ്ദം വന്നതോടെ കൽക്കരിയിൽ നിന്ന് നാഫ്തയിലേക്ക് മാറി. കൽക്കരി ഇന്ധനമാക്കിയാൽ ഉണ്ടാകുന്ന മലിനീകരണവും തുടർന്നുണ്ടാകുന്ന വിപത്തുകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കൽക്കരി ഇന്ധനമാക്കിയാൽ യൂണിറ്റിന് ₹1.80 വൈദ്യുതി നൽകാമായിരുന്നു. എന്നാൽ നാഫ്ത വില കൂടിയ ഇന്ധനമാണ്. 5 രൂപയിൽ കുറച്ച് വൈദ്യുതി നൽകാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല. നാഫ്തയ്ക്ക് പകരം ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ കാര്യങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. തീരനിവാസികളുടെ എതിർപ്പ് മൂലമെന്നാൽ കായംകുളത്ത് LPG പൈപ്പ് ലൈൻ എത്തിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തീരപ്രദേശങ്ങളിൽ ആരും പൈപ്പ് ലൈൻ പിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അലൈൻമെൻറ്റ് തുടങ്ങാൻ പോയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കരമായ പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ മുഴുവൻ കോസ്റ്റിലൂടെയാണ് വലിക്കേണ്ടി വരിക. അവരുടെ പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനാരും സമ്മതമല്ല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സമ്മതമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവരങ്ങി തിരിച്ച് അതാണെങ്കിൽ അതും ചീപ്പർ ഇലക്ട്രിസിറ്റിയാണോ? ചീപ്പർ ഇലക്ട്രിസിറ്റി അല്ല. അതും ചെറിയ ചെറിയ വ്യത്യാസം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടുന്നതനുസരിച്ചിട്ട് അവിടെയും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിലപാട്. ലാഭകരമല്ലാത്ത ഈ സ്ഥാപനം പിന്നെ ആര് വൈദ്യുതി വാങ്ങും? ആരാണ് ഇതിന് വൈദ്യുതി വാങ്ങാൻ മുന്നോട്ട് വരിക? അപ്പോൾ ഈ നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഈ പ്ലാന്റ് എറണാകുളത്തേക്ക് മാറ്റാനായിട്ട് താല്പര്യമുണ്ടായി. അത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും അദ്ദേഹം നാഷണൽ NTPCയെയും ആ വിവരം അറിയിച്ചത് ബ്രഹ്മപുരത്തേക്ക് മാറ്റാനായിട്ട്. എന്നാൽ അതിന് വരുന്ന ഭീമമായ ചിലവുണ്ട്. ആ ചിലവ് സംസ്ഥാന ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വഹിക്കേണ്ടി വരും. അതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് വെച്ചുള്ളത് പോലും അത്ര പ്രായോഗികമല്ല. അതിൻ്റെയും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കായംകുളത്തേക്ക് കൊച്ചിയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി തീരദേശം കടലിൽ അടിയിൽ കൂടി അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ആണെങ്കിൽ അടിയിൽ കൂടി വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരാം. അതിനും വലിയ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. എന്ന് മാത്രമല്ല ഭയങ്കരമായ എതിർപ്പ്, ഇതിൽ ജനങ്ങളുടെ എതിർപ്പ്, ശക്തമായ എതിർപ്പുണ്ടാകും. ഈ മത്സ്യത്തൊഴിലാളി മേഖല അവരുടെ ജീവിതമാർഗ്ഗമാണ്. അവിടെ കൂടെ ഈ പൈപ്പൊക്കെ ഇടുന്ന് വരുമ്പോൾ ആ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുമെന്നുള്ള പല ആശങ്കകൾ അവർക്കുണ്ട്. അപ്പോൾ അത് അതിരൂക്ഷമായ ഒരു എതിർപ്പിലേക്ക് ഇതിലേക്ക് ഇത് വരും. തീരനിവാസികളും രാഷ്ട്രീയ പ്രതിനിധികളും വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെതിരെ എതിർപ്പുകളുമായി എത്തിയതോടെ ഇതിന്റെ സാധ്യത അടഞ്ഞു. തീരവാസികളെ ബോധവാന്മാരാക്കി LNG പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് സർക്കാർ മൗനം പാലിക്കുകയാണ്. LNG വന്നാൽ സർക്കാരിന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാനാകും. സർക്കാരിന് നിലവിൽ വില കുറച്ച് വൈദ്യുതി എന്നത് താല്പര്യമില്ലാത്തതിന് തെറ്റുപറയാനുമാകില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ പേഴ്സണലായിട്ട് ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് അത് നീക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നീങ്ങിപ്പോയിട്ടുണ്ട്. അത് പോയി കഴിഞ്ഞാൽ ഈ 2 സ്ഥലത്തും ഗ്യാസ് വാങ്ങും. എറണാകുളത്ത് തന്നെ പൈപ്പിൽ കൂടി വെള്ളം കൊടുക്കുന്ന പോലെ കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ വലിയ വിദേശ രാജ്യങ്ങളിലെ പട്ടണങ്ങൾ, ഇപ്പോൾ പാരീസൊക്കെ അതുപോലെ തന്നെ കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അത് ചെയ്താൽ ഇൻടേക്ക് കൂടും. അങ്ങനെ പുറത്തേക്ക് കൂടുതൽ വിറ്റ് വരുമ്പോൾ വിലയിൽ കുറച്ച് വ്യത്യാസം വരാൻ കഴിയും. ഇതാണ് എൻ്റെ അത് വരുന്നത് ഒരു ഭാഗം. പക്ഷെ നമുക്കിത് നടത്തണമെങ്കിൽ NTPC ഇതിൻ്റെ ആവറേജ് വിലയ്ക്ക് തരണം. നാഷണൽ ആവറേജ് വിലയ്ക്ക് അവർ തരണം. തന്നാൽ NTPC നമുക്ക് ഇത് വർക്ക് ചെയ്തുകൊണ്ട് പോകാം. ഇപ്പോൾ അവർ ഈ പ്രത്യേക യൂണിറ്റ് നമുക്കെന്ന് കണക്കാക്കി എടുക്കുന്നതിൻ്റെ ഫലമായി ഗ്യാസിൻ്റെ വില, നേരത്തെ നാഫ്തയുടെ ഇപ്പോൾ ഗ്യാസിൻ്റെ വില പ്രൊഹിബിറ്റീവാണ്. 2 രൂപ 30 നമുക്കിപ്പം വിളിക്കുമെന്ന് വാങ്ങാവുന്നത് നമ്മൾ 7 രൂപ 30 കായംകുളം താപനിലയം നിർത്താൻ വേണ്ടി ചെയ്യാനൊക്കത്തില്ല. പക്ഷേ അത് പിന്നെ
നാഷണൽ ഗ്രിഡിൻ്റെ ആ രൂപത്തിൽ തന്നെ NTPCയുടെ ഇന്ത്യയിലെ ആവറേജിൽ നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് അത് വാങ്ങാൻ കഴിയും, അത് നിലനിർത്താൻ കഴിയും. അത് നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി തന്നെ 2000-ന് മേൽ മെഗാവാട്ടായി ഉയർത്തണമെന്നാണ്, 350 ഉയർത്തണമെന്നാണ് നമ്മുടെ നിലപാട്. നിരക്കിൽ വ്യത്യാസം വരുത്തുന്ന കാര്യം തീരുമാനിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. ഒന്നും ചെയ്യാനാവില്ല NTPCക്ക് അക്കാര്യത്തിൽ. NTPCയുടെ കൈവശമുള്ള 1100 ഏക്കർ ഭൂമിയിൽ 900 ഏക്കർ സ്ഥലത്താണ് താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. 300 ഏക്കറോളം കായൽ നികത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് പിന്നീട് പൊതുവെ ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിട സമുച്ചയവും കോടികൾ വില വരുന്ന യന്ത്ര സംവിധാനങ്ങളും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഈ അവസ്ഥ തുടർന്നാൽ ഏക താപവൈദ്യുത നിലയം കേരളത്തിന് നഷ്ടമാകുന്ന സ്ഥിതിയിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് ലൈൻ കൺസ്ട്രെയിനാണ്. അപ്പോൾ അതിന് ഇപ്പോഴും നമ്മൾ ആൾ ലൈൻ വലിക്കാൻ പോലും സമ്മതിക്കുന്നില്ല പലയിടത്തും. ലൈൻ വലിച്ചു കഴിഞ്ഞാൽ ചീപ്പ് ഇലക്ട്രിസിറ്റി കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ എക്കണോമിക്കലായിട്ട് വയബിലിറ്റി എന്നുള്ള കാര്യം ഗവൺമെൻറ് പറയുന്നത് അവർക്ക് ലാഭകരമല്ല എന്നുള്ളതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഗവൺമെൻറ് ഇതിനകത്ത് ഏറ്റവും എളുപ്പമായ മാർഗം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പങ്കിട്ട് പിന്നെ സബ്സിഡി കോമ്പണൻ്റ് ഉണ്ടാക്കി ഈ നിലയം പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യമുള്ളത്. ഇതൊരു സത്യത്തിൽ ബഫർ സ്റ്റോക്കാണ്. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് ഈ കായംകുളം താപനിലയം, NTPCയുടെ താപനിലയം, അത് 350 കോടിയോ ഒരു ശാസ്ത്രീയമായ പഠനം, ഇതിൽ ഏറ്റവും നല്ല എക്സ്പെർട്ടുകളായിട്ടുള്ള ടെക്നോളജി വെച്ച് ഒരു പഠനം നടത്തി എങ്ങനെ മാക്സിമം വൈദ്യുതി ആ താപനിലയത്തിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും. സോളാറിൽ വെച്ച് കിട്ടും, അതുപോലെ വിൻഡ് എനർജി, അവിടെ നല്ല കാറ്റ് കിട്ടുന്നതുകൊണ്ട് വിൻഡ് ഉപയോഗിക്കാം. അപ്പോൾ അത് ഫലപ്രദമായ നിലയിൽ ആ നിലയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ആക്ട് ചെയ്യേണ്ടതാണ്. താപനിലയം കമ്മീഷൻ ചെയ്തുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി കേരളത്തിലെ ഇടതു സർക്കാർ ഇക്കാര്യത്തിൽ നൽകിയ പിന്തുണയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രസക്തി വ്യക്തമാക്കുന്നു. ഇന്നത്തെ പല പദ്ധതികളെയും പോലെ കായംകുളം താപനിലയത്തിന്റെയും പ്രതിസന്ധിക്ക് ഈ കൂട്ടായ്മ ഇല്ലാതെ പോയത് കാരണമായി കാണാതെ വയ്യ. പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് കായംകുളം താപവൈദ്യുത നിലയം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഇപ്പോഴും വൈദ്യുതി പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചർച്ചകളിലാണ് സർക്കാരും അധികാരികൾ. കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. ഫോർ ദ പീപ്പിളിൻ്റെ അണിയറ പ്രവർത്തകർ നിരന്തരമായ അന്വേഷണത്തിലാണ്. അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും